നഗ്നചിത്രങ്ങൾ അയച്ച് വീട്ടമ്മയ്ക്ക് ലോൺ ആപ്പ് നടത്തിപ്പുകാരുടെ നിരന്തര ഭീഷണി. വെള്ളലൂർ സ്വദേശിയായ വീട്ടമ്മ 24 ദുരനുഭവം തുറന്നു പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ക്രെഡിറ്റ് എന്ന ആപ്പിന്റെ പിന്നിലുള്ളവർ വീട്ടമ്മയുടെ ബന്ധുക്കൾക്കടക്കം അയച്ചു നൽകിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് വീട്ടമ്മ പറയുന്നത്. കമ്പിപ്പാരെടുത്ത് കക്കാൻ പോയല്ലേ, ഇതിനേക്കാളും അന്തസ്സുണ്ട്. ഈ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ വീട്ടമ്മമാരുടെ മേലും തെറ്റുണ്ടോ? അതായത് ഇത് ചാടി കയറി നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് എന്താണ് നോക്കണോണ്ട്, എന്തിനാ നമുക്ക് ലോൺ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് നോക്കണുള്ളൂ. അതിൽ നിങ്ങൾക്ക് ലോൺ ആവശ്യം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്, അതിൽ പോയി നിങ്ങൾക്ക് ലോൺ അപേക്ഷിക്കാം. അവർ പറയുന്ന കുറച്ച് സമയം എടുക്കും, ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇതിനൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് എങ്ങനെ പറയട്ടെ, ഒന്നുമില്ല, ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി, അപ്പൊ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാം. അതായത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, നമ്മൾക്ക് ആരെയും കൈ കാണണ്ട, ആരുടെ കൈകാര്യം പിടിക്കണ്ട, ആരും അറിയുന്നില്ല എന്നാണ് വിചാരിക്കും. പക്ഷെ വേറെ രീതിയിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഈ ലോണ് നിങ്ങൾ പറയുന്നതിനെക്കാട്ടി എമൗണ്ട് തിരിച്ചടച്ചാൽ പോലും ഇത് ചില സമയത്ത് കഴിയത്തില്ല. പിന്നെ ഇവരാരാണെന്നോ എന്താണെന്നോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് പോയിട്ട് ഇതാക്കാൻ നമുക്ക് കഴിയില്ല. ബാങ്ക് ആണെങ്കിൽ അടക്കം നമ്മുടെ സമാജത്തിൽ തെറിയെങ്കിലും പറയാം, അതടക്കം വഴിയില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ളതിൽ പോയി ചാടരുത് കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. യൂട്യൂബിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അത് താനെ പ്ലേ സ്റ്റോർ കയറി ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്തത്. അങ്ങനെ ആപ്പ് തുറന്നപ്പോഴത്തേക്ക് അതിൽ നമ്മുടെ ആധാർ, പാൻ കാർഡ്, പാസ്ബുക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൊടുത്തു നോക്കി, ജസ്റ്റ് കൊടുത്തു നോക്കിയപ്പോൾ ആദ്യം റിജക്ഷനാണ് കാണിച്ചത്. അങ്ങനെ അപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ആ കൊടുത്തിരിക്കുന്ന ലിങ്ക് നേരെ പോകുന്ന പ്ലേ സ്റ്റോറിലേക്കാണ്, ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവും. അവരങ്ങനെ സെറ്റ് ചെയ്യുള്ളൂ. അതായത് നമ്മളെ പറ്റിക്കുന്നവരല്ല, നമ്മൾ പറ്റിക്കപ്പെടുമ്പോഴാണ് അത് തെറ്റാവുന്നത്. പറ്റിക്കുന്നവരല്ല തെറ്റുകാര്, പറ്റിക്കപ്പെടുന്നവരാ തെറ്റുകാര്. അതായത് നമ്മൾ അവന്റെ വലയിൽ പോയി വീണ് കൊടുക്കുകയാണ്. അവൻ പറയുന്നത് ഈ ക്ലിക്കിൽ ഒന്ന് തൊട്ട് നോക്കൂ, നിങ്ങൾക്ക് ആ ആപ്പിലേക്ക് കയറുന്നവരാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട വെക്കാം. അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ആയിക്കോട്ടെ, അതിന് വേറെ സീനൊന്നുമില്ല. ആപ്പ് ഡൗൺലോഡ് ആയതിനു ശേഷം അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നോക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു തമിഴിനെ കൊണ്ട് പണി എടുക്കാം. തമിഴ് 6ാം മാസം വരുന്ന തമിഴക്കാരില്ലേ, അവരുടെ അടുത്ത് പണി എടുക്കാം. അവൻ വരുമ്പോ എന്റെ അടുത്ത് ഇല്ലാട്ടാ എന്ന് പറഞ്ഞു. അതായത് ഈ കുബേരയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ലോൺ ആപ്പുകൾ കൂടിയിരിക്കുന്നത്. പണ്ട് ഈ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ 6ാം മാസക്കാർ വരുന്നത് ഈ തമിഴന്മാരൊക്കെ, നിങ്ങളുടെ നാട്ടിലുണ്ടോന്നല്ലോ കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തമിഴന്മാര്. അവരിങ്ങനെ വരും, ലോൺ കൊടുക്കും, 5000 കൊടുക്കും. ആദ്യം അവര് 5000 കൊടുക്കുന്നുണ്ട്, 2500 5000 കൊടുക്കും. അതിന് ചെറിയൊരു നിശ്ചിത ഒരു ചെറിയൊരു എമൗണ്ട് പലിശ വാങ്ങിക്കും. അത് നമ്മൾ ആഴ്ചയ്ക്ക് വന്നിട്ട് ഒരു വാങ്ങിക്കാറ്. പിന്നെ സപ്പോസ് ഇല്ലെന്ന് പറഞ്ഞാലും അവർ വിടാതെ വെക്കോളും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന് ഈ കുബേര എന്ന് പറഞ്ഞിട്ട് നിർത്തി. പക്ഷെ അതിലൂടെ ഉടലെടുത്തതാണ് ഈ ഒരു ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ. അവര് ചെയ്യുന്നത് മൂലം ആൾ മരണപ്പെടുകയും ചെയ്യുന്നു. അതെ, ലിങ്കില് നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിങ്കില് ഒന്നും നോക്കാതെ പോയി ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ തൊട്ടു തന്നെ ഇരിക്കട്ടെ, നേരെ ആപ്പ് ഡൗൺലോഡ് ആയി എന്നിരിക്കട്ടെ, അപ്പൊ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെയും ആ ആപ്പിൽ കയറിയിട്ട് നമ്മള് ക്യൂരിയോസിറ്റി മൂലം അല്ലെങ്കിൽ എത്ര പൈസ കിട്ടും, എന്തായാലും നമ്മളെ ഒരാൾക്ക് നമുക്ക് വെറുതെ കാശ് തരില്ല. നമ്മളൊക്കെ അയാൾ പൈസ തരുന്നുണ്ടെങ്കിൽ അതിന്റെ മുതലും പലിശയുടെ പലിശയും കൂട്ടുപലിശയും എടുത്തിട്ടേ നമ്മളെ വിട്ടാക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രവർത്തിക്കുന്നത് തന്നെ. ഇത് ഒരു ഓഫീസ് വേണ്ട, ഒന്നും വേണ്ട. അതായത് അവര് ചെയ്യുന്ന റോഡ് സൈഡിൽ വേണമെങ്കിൽ ഇരുന്നിട്ട് അവനിക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവനിക്ക് ഇതാക്കാം. അവന് പ്രത്യേകിച്ച് ഇതിനൊന്നും വേണ്ട. സപ്പോസ് ഇതിന്റെ ഇതിലേക്ക് തിരിഞ്ഞ് നമ്മൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയാൽ ഒരു തുമ്പും കിട്ടില്ല. സത്യമാണത്. ഞങ്ങൾക്ക് അനുഭവമാണ്, ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പറയാട്ടോ. ഞങ്ങളുടെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാട്ടോ. എന്തായാലും ചാടിയില്ല, പക്ഷെ അത് പറയുന്നുണ്ട്. നമുക്ക് അടുത്തൊരു കുറെ കാര്യങ്ങളുണ്ട് നമുക്ക്, എന്നിട്ട് നമുക്ക് എല്ലാം കൂടി പറയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കൗണ്ടിൽ ഒരു 1500 ആദ്യം കയറി. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1500 രൂപ. അങ്ങനെ ആപ്പ് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കി, കാരണം ഇത് തിരിച്ചടയ്ക്കണമല്ലോ നമുക്ക്. അങ്ങനെ തിരിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 1500 രൂപയ്ക്ക് പകരം ആദ്യം വന്ന 1500 രൂപയ്ക്ക് പകരം 2511 രൂപ അടയ്ക്കണമെന്നും അടുത്തതിൽ വീണ്ടും 1500 അയച്ചിട്ട് 2511. അപ്പൊ 1011 രൂപ സ്പോട്ട് പലിശ.
പണ്ടൊക്കെ 1000 രൂപ പലിശയ്ക്ക് വാങ്ങുമ്പോൾ നമ്മൾ 100 രൂപ സ്പോട്ട് പലിശ വയ്ക്കും. മീറ്റർ കാശ് എന്നൊക്കെ പറയാം, മീറ്റർ പലിശ എന്നൊക്കെ പറയാം. അതായത് 1000 രൂപ നമ്മൾ പലിശയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 900 രൂപയെ തരുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അയാൾക്ക് 1000 രൂപയിൽ തിരിച്ചു കൊടുക്കണം. ഈ 1000 രൂപയിൽ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ഇല്ലെങ്കിൽ ഈ 100 രൂപ കൊടുക്കാം. പലിശ 100 രൂപയാണ്, സ്പോട്ട് പലിശയാണ്. അതിന് സ്പോട്ട് പലിശ എന്നൊക്കെ പറയും. ഞാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഒരു വഴിയില്ലാത്ത ടൈമിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 1000 രൂപ എടുക്കുമ്പോൾ ഒരപ്പത്തിന്, അതായത് 3000 രൂപ എടുക്കുകയാണെങ്കിൽ 300 രൂപ പിടിക്കും. 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 3000 തന്നെ അവർക്ക് അടയ്ക്കണം. അവർക്ക് ആ 3000 അവരുടെ എമൗണ്ട്, അതായത് ലോൺ എമൗണ്ട് 3000 ആണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 2700 രൂപയാണ്. 300 രൂപ സ്പോട്ടിൽ അവർക്ക് പലിശ കിട്ടി. 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തില്ലാതെ വീണ്ടും 300 രൂപ കിട്ടി. 10 പ്രാവശ്യം കൊടുത്ത ഈ മുതലേ അവർക്ക് കിട്ടി. അപ്പോഴും പക്ഷേ ഈ 2700 വാങ്ങിച്ച ഞാൻ അവർക്ക് 3000 രൂപ കടങ്കാരനാണ്. 3000 എൻ്റെ പോവുകയും ചെയ്തു, വീണ്ടും 3000 കൊടുക്കണം. അപ്പൊ എൻ്റെ 6000 രൂപയോളം എന്റെ പോവുകയും ചെയ്യും. 6000 അല്ല, 3000 ആ സംതിങ്ങോളം പോവും. പക്ഷെ എന്തായാലും അവരുടെ കണക്കിലുള്ള പൈസ കുറയുന്നുമില്ല. നമ്മളാണെങ്കിൽ എല്ലാം കൊടുക്കുക. അതാണ് ഈ പലിശ കൊടുത്ത് മുടിയ എന്ന് പറയുന്നത്. കെണിയിലകപ്പെട്ട് പോവാണ്. പക്ഷെ ഇത് അതിനേക്കാളും മേലെ, അതായത് ഇവർക്ക് ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവരെടുത്ത് പാൻ കാർഡും ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. ഇവരത് ലിങ്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ആരുടെ മേലെ തെറ്റ്? പ്രേക്ഷകരായ നിങ്ങൾ തന്നെ കമന്റ് വഴി അറിയിക്കുക, ആരുടെ മേലെയാണ് തെറ്റ്? അവർക്കറിയാലോ പാൻ കാർഡ് കൊടുക്കാൻ പറ്റില്ല, ആധാർ കാർഡ് കൊടുക്കാൻ പറ്റില്ല, ബാങ്കിന്റെ പാസ്ബുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നറിയാലോ. അല്ലാതെ ഇപ്പൊ അവര് ബാങ്കിലേക്ക് അയക്കില്ലല്ലോ. സീരിയസ്നെസ് ആയിട്ട് കണ്ടില്ല ഈ ഒരു അല്ല പൈസ, അതായത് പൈസ കിട്ടുമെന്ന് കാണുമ്പോ എല്ലാവരും, ഈ പറഞ്ഞ ഞാനടക്കം ചിലപ്പോൾ വീണു പോകും. പക്ഷെ ഇനി ഒരാൾ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഇതാക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്യാം. അതിൽ വീണ്ടും ആ ആപ്പിനകത്ത് തന്നെ ജയ് സാലറി എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് വീണ്ടും ഈ ജയ് ക്രെഡിറ്റിനകത്താണ് ഈ 2 ഇതും വരുന്നത്. ഇപ്പൊ ഇന്നലെ ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ്, വാട്സപ്പിലാണ് മെസ്സേജ് പറഞ്ഞത്, അല്ലാതെ കോളുകൾ പറഞ്ഞില്ല. വാട്സപ്പിൽ കോള്, അത് നമ്മുടെ ഇന്ത്യൻ നമ്പർ അല്ല. ഈ ലോൺ എമൗണ്ട് 5022 രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർക്കെല്ലാം ന്യൂഡ് ഫോട്ടോസ് എല്ലാം ആദ്യം എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ വാട്സപ്പിൽ ഇട്ടിരുന്നു. അതെടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട്, ഞങ്ങൾ ഇന്നാളെ ഒരു ഫിലിം കണ്ടായിരുന്നു കേട്ടോ, പാട്രിയോട്ട് എന്നുള്ള ഒരു ഫിലിം. അത് കാണാതിരുന്ന് കണ്ടു നോക്കൂ. അതിൽ ഇതിനെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഏകദേശം ഇതേ സംഭവം തന്നെയാണ്. ന്യൂഡ് ഫോട്ടോസ് അയക്കുക, പിന്നെ അതല്ലേ അവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് അതിനെ മോർഫ് ചെയ്തിട്ട് നമ്മളെ അതിനെ വെച്ച് അവര് ബാർഗൈനിങ് ചെയ്യണം. അപ്പോ ഇപ്പൊ ആദ്യമേ അവർ ആ 2511 രൂപ അയച്ചതാണെങ്കിൽ അത് ക്ലോസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്, പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ എനിക്ക് ഇത്ര പൈസ, അതായത് പണ്ട് തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശില്ലേ, അതിലേ സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, നമ്മളെ ട്രാപ്പിലാക്കുന്നു, പിന്നെ അവര് വില പേശും. എത്ര വേണം അത്ര വേണം. നമ്മൾ എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും. അടിമയായി, പിന്നെ അവരുടെ നമ്മുടെ അടിമയായി. അതായത് നമ്മുടെ ഫോട്ടോസ്, അതായത് ഇപ്പൊ അത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ റെസ്ട്രിക്ഷൻ ചോദിക്കും. അപ്പൊ നമ്മളെല്ലാം അലോ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം വായിച്ചു നോക്കണം. നമ്മുടെ ഗാലറി അലോ ചെയ്തോട്ടെ, നമ്മുടെ കോണ്ടാക്ട്സ്, നമ്മുടെ കോഡ്, നമ്മളെല്ലാം ഓൾ അലോസ് കൊടുക്കുമ്പോ അവർക്ക് എല്ലാം നമ്മളത് ചോദിക്കണമായിരുന്നു. നമ്മളത് ആദ്യമേ ചോദിച്ചു, ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കും. പിന്നെ അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സത്യമാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഇതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് പ്ലാൻ ചെയ്യാം. ആദ്യം എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ വാട്സപ്പിൽ ഇട്ടിരുന്നു. അതെടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് ഈ പിക്ചർ ന്യൂഡാക്കിയിട്ട് ബാക്കിയുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അയക്കുമെന്നും പറഞ്ഞാണ് ഇട്ട് തന്നത്. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേറെ ഏതോ ഒരു ഫിഗർ വെച്ച് അയച്ചു തന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. പേടിക്കുമല്ലോ പെട്ടെന്ന്. സാധാരണ ഒരു വീട്ടമ്മയല്ലേ, നമ്മളുടെ നഗ്ന ചിത്രം വേറൊരാള് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുന്നു. ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരു ആണാണെങ്കിൽ പോലും പേടിച്ചു. പക്ഷെ ഇവര് വേറൊരു ആത്മഹത്യ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇവര് ആ ഒരു ധൈര്യം സംഭരിച്ചിട്ട് മുന്നിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയാ ന്യൂസ് എല്ലാവർക്കും എത്തിയത്. പക്ഷെ ഇതുപോലുള്ള ന്യൂസ് ദിവസേന 10,000-കണക്കിനാ വരുന്നത്. എന്നിട്ട് പോലും നമ്മുടെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എല്ലാരും മനസ്സിലാക്കൂ, ഇങ്ങനെയുള്ള ഒരു ആപ്പിലും പോലും തലയിടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോ അവര് പറഞ്ഞു ന്യൂഡ് ഫോട്ടോസ് ഇടും, നിങ്ങൾ എനിക്ക് പൈസ 5000 രൂപ കേട്ടോ, ദിവസങ്ങൾ കൊണ്ട് തന്നെ 5000 രൂപ. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മീറ്റർ പലിശയാണെങ്കിൽ അടക്കം 5 ദിവസം കൊണ്ട് നമുക്ക് ആ 100 അടച്ചാൽ മതി. 1000 ആണെങ്കിൽ 3000 ആണെങ്കിൽ 300 അടച്ചാൽ മതി. 10 ദിവസം വരെ 300 അടച്ചാൽ മതി. ആ സ്ഥാനത്താണ് ഇപ്പോ
5000 രൂപ ആയിരിക്കുന്നത് ദിവസങ്ങൾ കൊണ്ട്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സ്ക്രീൻഷോട്ട് എൻ്റെ ബന്ധുക്കൾക്ക് അയച്ചതായിട്ടുള്ള സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ നിന്ന് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് പേടിയായി, എന്തൊരു ചെയ്യണമെന്നറിയാമോ. അങ്ങനെ ഇതിന് നമ്മൾക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇവരെ പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഒരിക്കലും കഴിയില്ല എന്നാണ് നമ്മുടെ സൈബർ സെല്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയി വീഴാതിരിക്കുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യാവുന്ന ഏക കാര്യം. അല്ലാതെ ഇത് നമ്മള് ഇതിലേക്ക് പോയി വീണതിന് ശേഷം നമ്മൾ പറയുകയാണ് എന്റെ ന്യൂഡ് ഫോട്ടോസ് അവർ അയക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു കൊണ്ട് കേസ് കൊടുത്താലും ന്യൂസ് ചാനലിലോ അതിലേക്ക് ഒതുങ്ങി നിൽക്കും. നമ്മളെ പോലെ യൂട്യൂബേഴ്സോ ഒരു ന്യൂസ് ചാനലുകാരോ എടുത്ത് അതിലേക്ക് ഒതുങ്ങി. ആ വ്യക്തി ഇപ്പൊ ഈ പറഞ്ഞ ആപ്പിന്റെ പേര് മാറ്റിയിട്ട് വേറൊരു പേരിൽ ആപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഇതേ തന്നെ ചെയ്യും. അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി വീഴാതിരിക്കുക, നമ്മൾ ആരും അത് പോയി കയറി ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അറിയാതെ ഡൗൺലോഡ് ആകുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യേണ്ട. അഥവാ ഡൗൺലോഡ് ആയാലും അവർ അതിന് ശേഷമുള്ള ഈ ക്രൈറ്റീരിയകളൊന്നും നമ്മളത് കൊടുക്കാതിരിക്കുക, നമ്മൾ അലോ ചെയ്യാതിരിക്കുക. അവരുടെ ഒരു ഇതിലും പോയിട്ട് നമ്മൾ കോൺട്രാക്ട് വെക്കാതിരിക്കുക. നമ്മൾ കൊടുക്കുന്ന കോൺട്രാക്റ്റില് അവർ തരുന്ന കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യാതിരിക്കുക. അതാണ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. ആരും പോയി വീഴരുത് കേട്ടോ. ഇങ്ങനെയുള്ളതിൽ പോയി ആരും വീഴരുത്. ഈ വീഡിയോസ് കാണുന്നവരും അല്ലാത്തവരും, എല്ലാവരും അറിയും, അറിയാതിരിക്കില്ല. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് അയച്ചു കൊടുക്കൂ. എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ അതെ. അപ്പോഴും തന്നെ സൈബർ ക്രൈമിൽ പോവുകയാണ് ചെയ്തത്. 3000 രൂപയ്ക്ക് 5000-ലധികം രൂപ 7 ദിവസത്തിനകം നൽകണമെന്നാണ് ഭീഷണി. ആ ഭീഷണിയെ തുടർന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അത് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഈ വീട്ടമ്മ ഇപ്പോൾ വ്യക്തമാക്കിയത്. സ്വാഭാവികം, നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത് സൈബർ ക്രൈം പോലീസിന്റെ മുൻപിൽ സൈബർ ക്രൈം പോലീസിന് അവര് കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ടും ന്യൂസ് ചാനൽ വന്നുകൊണ്ടൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അവർക്കും ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലേ, OLX ഒരു വണ്ടി കണ്ടു. OLX താറ്, അപ്പോഴല്ല കേട്ടോ, ഒരു ചുരുങ്ങിയത് ഒരു 5 വർഷമായിക്കോ, ഒരു 5 വർഷം മുന്നേ ഒരു താറ്. അപ്പൊ ഈ താറ് സത്യം പറഞ്ഞ താറിനെ സ്നേഹിച്ചത് ആ ഒരു ഇത് കണ്ടതിന് ശേഷമാണ്. അതുവരെ താർ എന്ന് പറഞ്ഞ വെഹിക്കിളിനെ നമ്മള് സ്നേഹിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കാനോ പോയിട്ടില്ല. നമ്മളത്തെ ആൾട്ടോ കാർ ഉണ്ടായിരുന്നു, നമ്മളത് കൊടുത്തിട്ട് OLX നോക്കി താറ് കണ്ടു. മൊത്തത്തിൽ കാര്യത്തിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. 1,50,000 രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് താറ്. അതിന് അവൻ സെക്കൻഡ്സ് അവൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർമി മാനാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ്, എന്റെ വീട്ടിൽ തന്നെയാണ് വണ്ടി ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, വീഡിയോ എടുത്തിട്ട് തന്നെ ഇറങ്ങി വരുന്നു. നേരെ വന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. വണ്ടിയുടെ അകവും പുറമൊക്കെ കാണിച്ചു തരുന്നു. ബോണറ്റ് തുറക്കുന്നു, വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളും ആ ഭാഗത്ത് കാണിച്ചു തരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, വണ്ടി വെറുതെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടി നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് അയച്ചു തരാം. നിങ്ങൾ എനിക്ക് ട്രാവലിംഗ് ചാർജ് ആയിട്ട് 5000 രൂപ ഇപ്പൊ തന്നെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടപ്പോ തന്നെ എനിക്ക് ആദ്യമേ അതായത് 1.5 ലക്ഷത്തിലാണ് ഞാൻ ക്ലിക്ക് ആയത്. അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ല വണ്ടി കിട്ടത്തില്ല. പിന്നെ ജീപ്പാണല്ലോ. പിന്നെ ആർമി മാൻ എന്ന് പറയുമ്പോ നമ്മളത് ആർമി മാൻസിന് അതായത് അവർക്ക് ഈ കാര്യങ്ങൾ ആനുകൂല്യം, അതായത് അവർക്ക് ആനുകൂല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST കുറവുണ്ട്, GST ഇളവുണ്ട് അവർക്ക്. ഈ GST ഇളവ് വെച്ചിട്ട് അവർക്ക് എത്രത്തോളം ഇളവ് കിട്ടും? 12 ലക്ഷം 15 ലക്ഷം ഉള്ള വണ്ടിക്ക് അവനിക്ക് വേണം GST ആയിട്ട് 2 ലക്ഷം രൂപ ഇളവ് കിട്ടിയാലും അവൻ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കില്ല. 12 ലക്ഷത്തിന് എടുത്ത വണ്ടി 10 ലക്ഷത്തിനായി കിട്ടിയാൽ ഈ 1.5 ലക്ഷത്തിന് അവൻ കൊടുക്കില്ല. ഞാൻ അപ്പൊ തന്നെ എനിക്ക് ആ പരിചയമുള്ള 1-2 ആൾക്കാരെ വിളിച്ചപ്പോ പൊന്നു മോനെ നീ എടുത്തു പോയതാ പറയും. എന്റെ ഇവിടെ ഒരു അച്ചായനുണ്ട്, നമ്മുടെ പ്രസാദട്ട് എന്ന് പറയും, ഞങ്ങളെല്ലാവരും അച്ചായനെ വിളിക്കുക. അച്ചായൻ പറഞ്ഞു, പൊന്നു മോനെ പോയി വീട് കൊടുക്കരുത്, അത് തട്ടിപ്പാണ്, ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട്, ബാംഗ്ലൂരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അവൻ, ആർമി മാനാന്ന് പറഞ്ഞിട്ടുണ്ടാവും അവൻ, ഇവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ നേരെ ഈ വണ്ടിയുടെ നമ്പർ നോക്കി കേരള നമ്പർ ആയിരുന്നു. നേരെ നോക്കിയപ്പോ ആലപ്പുഴയിൽ ഒരു വ്യക്തിയുടെ നമ്പർ. അങ്ങനെ ഞാൻ അതിനെ അപ്പൊ തന്നെ ഞാൻ മൊബൈൽ വഴി നമുക്ക് നമ്പർ വെച്ചിട്ട് ഫോൺ നമ്പർ എടുക്കായിരുന്നു. ഈ ഫോൺ നമ്പർ എടുത്ത് ഈ ആളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. നിങ്ങൾ എന്നെ പോലത്തെ വണ്ടി കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള വണ്ടിയായിരുന്നു, ഞാൻ വേറെ ആളൊക്കെ കൊടുത്തു. അയാൾ തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയാൾ തരുന്നില്ല. തീർച്ചയായിട്ടും തന്നാൽ ഞാൻ വാങ്ങിക്കും, ഞാൻ അയാളായിട്ട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അത് ഈ വ്യക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തിനു പറയണോ മൊത്തത്തില് ആ വണ്ടി ഫേക്ക് ആയിരുന്നു. ആ വണ്ടിയുടെ നമ്പറും വേറെ ഏതോ വണ്ടിക്ക് ഈ നമ്പർ വെച്ചിട്ടായിരുന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി, നമ്മൾക്ക് അറിയുന്ന പോലീസുകാരുണ്ടായിരുന്നു. ആളുടെ പോയപ്പോൾ എന്നെ തല്ലില്ലെന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പൈസ വല്ലതും പോയോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഈ പരിപാടി കൂടെ വന്നേക്കുന്നു പറഞ്ഞു.
അങ്ങനെ മൊത്തത്തില് ക്യാഷ് പോയില്ല. ഞാൻ ഇവനെ വീണ്ടും വിളിച്ചു വേണ്ടി സംസാരിച്ചു. ഞാൻ ഒരു കാര്യം ചെയ്യും, എന്തായാലും 1.5 ലക്ഷം രൂപയുടെ വണ്ടി എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ നീ എന്റെ നാട്ടിലേക്ക് അയക്കുന്നത്, നീ അയച്ചോ. വണ്ടി ഇനിയിപ്പോ എന്ത് അവസ്ഥയാണെങ്കിലും, വണ്ടി എങ്ങനത്തെ ആണെങ്കിലും, അതിൽ എന്തുണ്ടെങ്കിലും ശരി, എന്തില്ലെങ്കിൽ ശരി, ഞാൻ വണ്ടി എടുക്കാം. ആ വണ്ടിയുടെ ട്രാവലിംഗ് ചാർജും ആ വണ്ടിയുടെ എമൗണ്ടും കൂടിയിട്ട് 1,50,000 രൂപ ഞാൻ കൊടുത്തു വിട്ടാക്കാം. വേണമെങ്കിൽ ആ വണ്ടിയിൽ വന്ന ഡ്രൈവർക്ക് ഞാൻ ഡ്രൈവറിനുള്ള ചെറിയൊരു ചായ പൈസയും കൊടുക്കാം, നീ എന്തായാലും അയക്കുന്നു പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുമില്ല, നമുക്ക് ആ വണ്ടി വന്നതുമില്ല. അത് അതോടെ ക്ലോസ് ആയി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള ഒരുപാട് ട്രാപ്പുകൾ കാണും, ഒരു ട്രാപ്പിലും പോയി വീഴരുത്. വീണതിന് ശേഷം കൈയും കാലിട്ട് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോ എല്ലാവരും സൂക്ഷിക്കേണ്ട. നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ട്രാപ്പിലാവുന്നവരാണ് തെറ്റുകാര്, ട്രാപ്പിലാക്കാൻ വരുന്നവരല്ല തെറ്റുകാരെന്ന് ഞാൻ നിങ്ങളോട് ഒരു കൂടെ ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, വൈകിപ്പിക്കുകയാണ്. അപ്പോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അറിയാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും, ആരും പോയി പട്ടുപോയത്. അപ്പോ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ